ചുംബികളും മെക്കുറിലാമ്പുകളും അമ്പരച്ചുംബികളും ഈ മെക്കുറിലാമ്പുകളും ഈ നാടിൻ അലങ്കാരം ഏറി ഏറി യന്ത്രത്തിൻ മാജിക്കളിൽ കാലത്ത് കോലം മാറ്റി വളർന്നു ലോകം ഡെയിലി സ്റ്റൈലിൽ ഉയർന്നു പോകും ഫാഷൻ ശൈലി ലാവിഷ് ലോകമാണിയേ അമ്പരച്ചുംബികളും മെക്കുറിലാമ്പുകളും നിങ്ങൾ ബാപ്പുവിന്റെ സുഹൃത്തുക്കളല്ലേ? അതെ. ബാപ്പു എന്താ ബാപ്പുലും തരാണ്ടോ? ബാപ്പു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നിനക്കിന് എന്റെ കൊണ്ടൊരു തുള്ളി വെള്ളം തരില്ല, തുള്ളി വെള്ളം തരില്ല, തുള്ളി വെള്ളം തരില്ല, തുള്ളി വെള്ളം. നമ്മുടെ ബാപ്പു അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റംല, കുട്ടികളെപ്പോഴാ സ്കൂളിൽ നിന്ന് വരാ? ഒരു 4-4:30 ഞാൻ പെട്ടി ഒന്ന് എടുക്കട്ടെ. പതുക്കെ പതുക്കെ. അവിടെ അവിടെ ഉണ്ട് ചളി. ഓക്കെ, എന്നാ ശരി. എയർപോർട്ട് കയറാന് വണ്ടിയൊക്കെ ഏർപ്പാടേതാ. റാംല വേണ്ടാന്ന് പറഞ്ഞ. അടുത്ത ആഴ്ച പരീക്ഷ, പിന്നെ 1-2 പ്രാവശ്യം പോയതും അല്ലേ? അതും ശരിയാ. എന്താ നിങ്ങൾ ബാഗ് മറന്നില്ലേ? ഓ, ഞാൻ മറന്നുപോയതാ. ശരി ശരി. എന്നാ ഞാനായിട്ട് ഇറങ്ങാ. ഇല്ലപ്പ, ചോറായിട്ടുണ്ട്. ചോറുണ്ടിട്ട് പോവാം. എനിക്ക് ആ കോയാമൂനൊന്ന് കാണാണ്ടേ. ഉപ്പ, എന്നാ വൈകിട്ട് ഞാൻ അങ്ങോട്ട്. ഈ തിരക്കൂട്ടണ്ട, സാവധാനമായിട്ട് വന്നാ മതി. ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങട്ടെ. ഈ ഒരു ചെറിയ പെട്ടി കൊണ്ടാണ് ഞാൻ വണ്ടിയും വിളിച്ച് കായ് മുടക്കി പോകുന്നത്. അനക്ക് വല്ല ബസ്സിനും പോന്നാ പോരേനോ?
മാനസന്റെ പൈസ നിനക്കെടുത്താൻ. ഞങ്ങളോട് അപ്പളേ പറഞ്ഞത് അവളിങ്ങോട്ട് വന്നോളൂന്ന്. നബീസ, മകള് വലിയ പെട്ടിണ്ടോരാത്ത നിന്നോടാ പറയല്. ഇനി 3 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് തീരും. ഞാനൊരു ഹൗസ് ഡ്രൈവർ അല്ലേടി. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നമ്മളെ ബാപ്പു വരിച്ചിട്ട് കാണാൻ പോയിരുന്നോ? അതൊക്കെ ഒരു കഥയാണ്. ഞാൻ ആശുപത്രി പോയിരുന്നു. അല്ലാതെ ഇവിടുത്തെ പോലെ. അസ്സലാമലൈക്കും നാസറേ. ഇജ്ജ് വന്നൂന്ന് അറിഞ്ഞു. ഇതുമായി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. അനക്ക് സ്വന്തമായോ? ഇങ്ങോട്ട് കേറിയിരിക്കേ. എന്തൊക്കെ ഉണ്ടെന്റെ വർത്താനം? തീരെ തടി കൂടിക്കണോ? സൂക്ഷിച്ചോളൂ, വല്ല രോഗവും വരും. ഞാൻ നിങ്ങൾക്കൊരു ടോർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ വൈകുന്നേരം പള്ളിയിൽ ഇറങ്ങുമ്പോ ഞാൻ കൊണ്ടുവരാം. അൽഹംദുലില്ലാ, ഇച്ച് സന്തോഷായി. ആ പിന്നെ എന്നാ പിന്നെ നമുക്ക് വൈകുന്നേരത്ത് പള്ളിക്കൊന്ന് കാണാം. എന്നാ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാം. വേണ്ട, ഇവിടെ വരുന്നൊക്കെ കുടിച്ചാലുണ്ട്. എന്നാ നമ്മളങ്ങിട്ട് ആയിക്കോട്ടെ. അല്ല, മയ്യത്ത് അവിടെ തന്നെ മറവ് ചെയ്തോ? പാവം, എന്തു പറ്റിയെന്ന് അറിയില്ല. ഓന്റെ അവസാന കാലം ഓൻ വളരെ കോമാളിയായിരുന്നു. എല്ലാവർക്കും അവനൊരു പരിഹാസപാത്രമായിരുന്നു. അവൻ അങ്ങനൊന്നും ആയിരുന്നില്ല. ആ, അതുപോട്ടെ. ഹലോ 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 ഹലോ. ആരാണാവോ? ഇവിടെ കിടക്കൊന്നും വേണ്ട, എളുപ്പണ്ട് പോണ്ട. നേരാ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരെ പറയണ്ടേ? വന്ന് കേറിയപ്പോ തുടങ്ങിയതാ. ഞാൻ അയച്ച പൈസക്ക് നിങ്ങൾ എന്താ ചെയ്തേ? ചേരക്കണ്ട ജി, മാസത്തിൽ 8-9 അയക്കും. അതിനുള്ള ചെലവുണ്ട് ഇവിടെ. എന്ത് ചെലവ്? അധികം പറ്റാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞോളെ കൂടി എത്തിങ്ങനെ കൊണ്ടാക്കിയില്ലേ നിങ്ങള്? നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ ആ പഴയ ചീട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. കണ്ടില്ലേ വാപ്പാനോട് തർക്കുത്തരം പറയണേ? വാപ്പ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ പവിത്രത എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിർത്തണ്ട ജി. അതിനെ കൽബിലൊരിത്തിരി സ്നേഹം വേണം. സ്നേഹമില്ലാത്ത മനസ്സിൽ ഒരൊറ്റ നന്മയും ഉണ്ടാവില്ല. എന്റെ പാക്ക് സ്നേഹമില്ലാന്ന് ഈ പറയണ്ട. ആരോട്? നിങ്ങളോടുണ്ടാവും. അസുഖം വരുന്നവരെ എന്റെ ഉമ്മയോടും ഉണ്ടായിരുന്നു. ഗൾഫ് പോയാന്നേക്കും ഞാൻ ബാപ്പ എന്ന് മറന്നില്ലേടി. എന്താ അവളെ പവര്? 2 വലിയ പെൺകുട്ടികളുള്ള കാര്യം ബാപ്പ മറന്നതുകൊണ്ടായിരിക്കും. ഞാൻ എന്ത് മറന്നു പറഞ്ഞേ? ജീവിതത്തിൽ ഇനി എനിക്കൊന്നു മാത്രമേ നടക്കുള്ളൂ. അത് ഉറപ്പിക്കാം, മരണം. ഈ ആരെയാടി പേടിപ്പിക്കണേ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടങ്ങള്. ഇതൊന്നും വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. എവിടുക്കാങ്ങളീ പോണ്? നിങ്ങൾ എന്തേലും ഒന്ന് പറയ്. ഓളിപ്പോ തന്നെ സമ്മതിക്കുന്നപ്പ എന്റെ പ്രശ്നം. ഓളുങ്ങളെ മകള് തന്നെയല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലേ? മൂപ്പരേ കാസർഗോഡിലെ വലിയ പൈസക്കാരനാ. ഈ കല്യാണം അങ്ങനെ നടന്നാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെയെന്നോ ഭാഗ്യമുണ്ടെങ്കിലേ കല്യാണം കഴിഞ്ഞ് ഓളെ ഇവിടെ തന്നെയും പാർപ്പിക്കുക. അതുകൊണ്ട് ആഴ്ചക്ക് മൂപ്പരോടെ വന്നു പോകുന്നു. മൂപ്പരേ വരുമ്പോ വെറും കൈയോടല്ലേ വരിക. കയ്യിൽ കുറെ കാശും പെരിക്ക് കുറെ സാധനങ്ങളും ഉണ്ടാവും. ഗൾഫിക്ക് പോയാലേ മാസത്തിലൊരിക്കലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോ ആഴ്ചക്ക് വരുമാനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാമർത്ഥ്യം നോക്കില്ല. എന്താ ഓളുങ്ങളെ മോളന്നല്ലേ? ആ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഗൾഫ് പോയി എന്നപ്പോൾ ചൊറുക്കൊക്കെ ഒന്ന് കൂടിയിരിക്കണേ. അത് പോണീന് മുമ്പേ നമുക്ക് നടത്തണം. നോക്കട്ടെ. നോക്കിയാ പോരാ, നടക്കൂലേ?